നമ്മളിൽ പലരും നിസ്കാരങ്ങളൊക്കെ കൃത്യമാണ്, ഖുർആൻ ഒരുപാട് ഓതുന്നുണ്ട്, ദിക്റുകൾ ഒരുപാട് ചൊല്ലുന്നുണ്ട്. പക്ഷേ നമ്മൾ അല്ലാഹുവിന്റെ തീരുമാനത്തിൽ തൃപ്തിപ്പെടാനുള്ള കഴിവ് വേണം. മറ്റൊരാൾക്ക് അല്ലാഹു ഒരു നിഅമത്ത് നൽകുമ്പോൾ അത് അംഗീകരിക്കാനുള്ള കഴിവ് വേണം. അത് ചോദ്യം ചെയ്യുന്നത് അല്ലാഹുവിനെ ചോദ്യം ചെയ്യലാണ്. നമ്മുടെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടി, അവളതാ പഠിച്ച് വളർന്നു, പിന്നീട് അവൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടി. ആ ഭർത്താവിന് നല്ല ജോലിയും നല്ല സെറ്റപ്പാണ്, നല്ല വീടുണ്ട്, നല്ല വാഹനമുണ്ട്. അങ്ങനെ അവൾ അവളുടെ ഭർത്താവിന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ ഇപ്പുറത്തു നിന്ന് ഈ പെൺകുട്ടിയുടെ മനസ്സിൽ വല്ലാത്ത വിഷമം. അതെന്തേ അവൾക്ക് അങ്ങനെ കിട്ടിയത്? അവൾ എന്റെ കൂടെ പഠിച്ചതല്ലേ, അവൾക്കൊന്നും അങ്ങനെ കിട്ടേണ്ടതല്ലല്ലോ. അവൾക്കെന്തേ അങ്ങനെ കിട്ടിയത്? എനിക്കല്ലേ അതൊക്കെ കിട്ടേണ്ടത്, അവൾക്കല്ലല്ലോ. ഈ ഒരു ചിന്താഗതി മനസ്സിലുണ്ടോ? വാസ്തവത്തിൽ ഈമാനില്ലാത്തതിന്റെ വലിയ അടയാളമാണ് അസൂയ എന്ന് പറയുന്ന രോഗം. അത് വല്ലാതെ മനുഷ്യനെ നശിപ്പിക്കുന്ന രോഗമാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള വീട്, ആ വീട്ടുകാര്, നമ്മുടെ അയൽവാസി, നമ്മുടെ അടുത്ത് താമസിക്കുന്നവർ, അവർ നല്ല വീടുണ്ടാക്കിയാൽ ആ വീട് കണ്ട് നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. നമുക്കല്ലേ എപ്പോഴും അത് കാണാൻ കഴിയുക. വീട്ടുകാരൻ വീട്ടിന്റെ ആ ഭംഗിയും പ്രൗഢിയും കാണണമെങ്കിൽ വീട്ടിൽ നിന്നിറങ്ങി പുറത്തേക്ക് വന്ന് നോക്കണം, എന്നാലല്ലേ അയാൾക്ക് കാണാൻ പറ്റുമോ? നമുക്കെപ്പോഴും അത് കണ്ട് ആസ്വദിക്കാമല്ലോ. ആ നിലക്കുള്ളൊരു ചിന്ത വേണം. അല്ലാതെ ഒരു വീട് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്കൊരു വാഹനം കാണുമ്പോൾ നമ്മുടെ ഖൽബിൽ അസൂയ പാടില്ല. പലരും നശിച്ചു പോകുന്ന അസൂയ കൊണ്ടാണ്. ആരെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ അസൂയ മൂത്ത് പലതും ചെയ്യാൻ തോന്നുന്നത് എങ്ങനെയാണ്? എങ്ങനെയെങ്കിലും ഇതൊന്നും ഇല്ലാതായി കാണണം, ഈ ഒരു നിഅമത്ത് ഇല്ലാതായി കാണണം, അവന്റെ വീടൊന്ന് തകരണം, അവന്റെ വാഹനമൊന്ന് തകരണം. ഒരു മോമിനായ മനുഷ്യൻ, ആ മോമിനായ മനുഷ്യന് വല്ല പ്രയാസവും വന്നാൽ ആ പ്രയാസത്തിന്റെ പേരിൽ നമ്മുടെ മനസ്സിലൊരു സന്തോഷമുണ്ടായാൽ ഈമാനിന്റെ അതാ പോരായ്മയല്ലയോ? ഒരാൾക്കൊരു പ്രയാസം വന്നാൽ ആ പ്രയാസത്തിൽ നമ്മൾ സന്തോഷിക്കുകയാണെങ്കിൽ അത് ഈമാനില്ലാത്തതിന്റെ വലിയ അടയാളമാണ്. നേരെ മറിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് പ്രയാസം വരുമ്പോൾ അത് നമുക്കും പ്രയാസമായി തോന്നണം. നമ്മുടെ അയൽവാസിയുടെ വീട് കത്തിപ്പോയി, അങ്ങനെ കത്തിയാൽ അൽഹംദുലില്ലാഹ്